വല്ലാത്ത ഒരു ക്രൂരതയാണ്. മനുഷ്യർ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാമല്ലോ. അതിനപ്പുറത്തേക്ക് ഇത്തരം മിണ്ടാപ്രാണികളോട് ഈ ക്രൂരത എങ്ങനെ കാണിക്കാൻ കഴിയുന്നു എന്നതാണ്. ഞാനിപ്പോൾ പുത്തൻകുരിശ് സ്വദേശിനിയായ നയനയുടെ 3 മാസം അല്ലേ 3 മാസം പ്രായമായ വളർത്തു നായക്കുട്ടിയാണ്. ഈ ക്രൂരത നമുക്ക് അത് വിവരിക്കാൻ കഴിയില്ല എന്നതാണ് അവസ്ഥ. നമുക്ക് ഇവരോട് തന്നെ എന്താണ് ശരിക്കും സംഭവിച്ചത്? ഞങ്ങൾ മക്കൾക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഇവനെ കൂട്ടിലാക്കിയിട്ട് അമ്മയാണ് പോയത്. അമ്മ കമ്പനിയിൽ പോകുന്നുണ്ട്, ഇവിടെ അടുത്ത് ഒലാം കമ്പനിയിൽ പോകുന്നുണ്ട്. ആരും വീട്ടിലുണ്ടായിരുന്നില്ല. എൻ്റെ പപ്പ ഇടുക്കിയിലായിരുന്നു, ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലാന്നുള്ള കാര്യം അറിയാതെയാണ് പപ്പ വരുന്നത്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഇവനിങ്ങനെ ആകെ വല്ലാത്ത അവസ്ഥയിൽ. അപ്പോൾ എന്നെ വിളിച്ചു, എടി പട്ടിക്കുഞ്ഞിനെ കൂട്ടിൽ മണ്ണോ എന്തെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചു. ഇവനാകെ ചെളിയായല്ലോ എന്ന് പറഞ്ഞു. എന്നോട് കാര്യം പറഞ്ഞില്ല. ഞാൻ വന്ന് കാണുമ്പോൾ ഇതിങ്ങനെ ആകെ മൊത്തം ഒരു ഭയങ്കര ഭീകരാവസ്ഥയിലായിരുന്നു, ഞാൻ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ. പിന്നെ എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് ഹെൽപ്പിന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവരടുത്തുണ്ടായിരുന്നതുകൊണ്ട് അവർ വന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കോ, എന്താണെങ്കിലും ഒരു ഡോക്ടറായിരിക്കും നോക്കുന്നതായിരിക്കും അറിയാൻ പറ്റുള്ളൂ കറക്റ്റ്. ഞാൻ ചോദിച്ചത് അനിമൽ അറ്റാക്കോ എന്തെങ്കിലും ആണോ, വല്ല പാമ്പ് വിഷം ചീറ്റിയതോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് വെച്ചാൽ, കാരണം ഇത് അതുപോലെ ആയിരുന്നു, പൊളയുമായിരുന്നു. പൊളഞ്ഞപ്പോൾ പറഞ്ഞു ഇത് മനുഷ്യരെന്തോ ചെയ്തതാണ്, മൃഗങ്ങളുടെ അറ്റാക്കല്ല, അനിമൽ അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഒരഞ്ഞേൻ്റെയോ കടിച്ചതിൻ്റെയോ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും, ഇതൊന്നുമില്ല, എന്തോ പിന്നെ ഇവനെ ഈ മിറ്റം മുഴുവൻ ഓടിക്കളിച്ച് നടന്ന ഒരു കുഞ്ഞിനെ പോലെയായിരുന്നു. ഒരു 2 വയസ്സ് 3 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ എല്ലാ കുസൃതിയും അത്രയുള്ളൊരു ഓമനത്തുള്ളൊരു പട്ടിക്കുഞ്ഞായിരുന്നു. ഇപ്പം കണ്ടില്ലേ ഇതവസ്ഥ. പരാതി കൊടുത്തിരുന്നല്ലേ? അന്ന് ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തില്ല. പിന്നെ അനിമൽ വെൽഫെയറിൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, കാരണം ഇവനും ഇവൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട് ജീവിക്കാനുള്ള. അപ്പോൾ അവർ പറഞ്ഞു കംപ്ലൈൻറ്റ് കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ അത് നമുക്കും പ്രശ്നമാണ്. കാരണം അവൻ്റെ ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടിട്ട് നമ്മളത് പുറം ലോകത്ത് മറച്ചു വയ്ക്കാൻ പാടില്ല, പുറം ലോകത്ത് അറിയിക്കണം. അപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത് അവൻ്റെ അവകാശമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തു. ഇപ്പം ഈ കാലും കാഴ്ചശക്തി ഒരു കണ്ണിന് കാഴ്ചയില്ല അവന്, ഒരു കണ്ണ് കുറച്ച് കാണാം. അതുകൊണ്ട് ഇപ്പോൾ അവിടെ ആരാന്നറിയില്ല. ഇപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ സൗണ്ടും എൻ്റെ സ്മെല്ലൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് തോന്നുന്നു അനങ്ങാതെ ഇരിക്കുന്നത്. പക്ഷേ അല്ലാത്ത ഇവനിവിടെ കുരയ്ക്കുന്നതിലുപരി കരച്ചിൽ. പട്ടിക്കുഞ്ഞ് കരയുന്ന കണ്ടിട്ടുണ്ടോ? സഹിക്കാൻ പറ്റില്ല, കരയും, അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അവർ ഓൾറെഡി ഒരു കംപ്ലൈൻറ്റ് പട്ടിക്കുഞ്ഞ് കടിക്കാൻ ചെന്നു എന്നും പറഞ്ഞ് കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷൻ നമ്മൾ ഇങ്ങോട്ട് വിളിപ്പിച്ചു. അപ്പം അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് അവരാണെന്ന് ഉറപ്പിച്ചിട്ടില്ല.